ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് പലപ്പോഴും എക്സിനെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടിപ്സുകളും ടെക്നിക്കുകളും ഒക്കെ പറയുന്ന സമയത്ത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സെൽഫ് ലവ് എന്ന് പറയാറുണ്ട്. അപ്പോൾ പല ആളുകളും ചോദിക്കും, എന്താണ് സെൽഫ് ലവ്, അതെങ്ങനെ പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളതൊക്കെ ചോദിക്കാറുണ്ട്. എന്നാൽ അങ്ങനെ ചോദിക്കുന്ന ആളുകൾക്കുള്ള ഒരു വീഡിയോ ആണിത്. ഒരു കുറച്ച് ആക്ടിവിറ്റീസ് ആണ് സെൽഫ് ലവ് റിലേറ്റഡ് ആയിട്ടുള്ളത്. അപ്പോൾ ഇത് ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് നിങ്ങളെ സ്നേഹിക്കാനും നിങ്ങളോട് തന്നെ ഒരു മതിപ്പ് തോന്നുകയും നിങ്ങളുടെ അട്രാക്ഷൻ പവർ കൂട്ടാനും സാധിക്കും. നിങ്ങളുടെ അട്രാക്ഷൻ പവർ കൂടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എക്സിനെ അട്രാക്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ വേറെ എന്ത് ടെക്നിക്കുകൾ നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിലും അതിൻ്റെ റിസൾട്ട് ഭയങ്കര സ്പീഡപ്പ് ആവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സോ നിങ്ങൾ ഒരുപാട് ടെക്നിക്കുകളൊക്കെ അപ്ലൈ ചെയ്യുന്ന ആളുകളാണ് എങ്കിൽ തീർച്ചയായിട്ടും ഈ സെൽഫ് ലവ് എന്ന് പറയുന്ന കുറച്ച് ആക്ടിവിറ്റീസ് കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഏതൊക്കെയാണ് എന്നുള്ളത് നോക്കാം. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഒന്നാമത്തെ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ചൊക്കെ മൈൻഡ്ഫുൾനെസ് അത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. അഥവാ വളരെ ശാന്തമായിട്ട് തോട്ട്സ് ഒന്നും ഇല്ലാതെ കുറച്ച് സമയം നമ്മളെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ട് ഇരിക്കുക എന്നുള്ളതാണ്. അങ്ങനെയുള്ള ഒരു പ്രാക്ടീസ് നിരന്തരം ചെയ്യുന്നതിലൂടെ നമുക്ക് എന്തും അട്രാക്റ്റ് ചെയ്യാനുള്ള ആ ഒരു കാന്തിക ശക്തി കിട്ടുമെന്നാണ് പറയുന്നത്. അത് നിങ്ങൾ ചിന്തിക്കുന്ന നിങ്ങളുടെ ചിന്തകളുടെ പവർ കൂടും. പവർ കൂടിക്കഴിഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് വരും, മാനിഫെസ്റ്റ് ആവും, ഒക്കെ ചെയ്യും. അപ്പോൾ പ്രാക്ടീസ് എങ്ങനെയാണെന്നുള്ളത് ആദ്യം ഒന്ന് പറയാം. കുറച്ചുകൂടി ആക്ടിവിറ്റീസ് പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ പൂർണ്ണമായിട്ടും എല്ലാവരും കാണും എന്ന് വിചാരിക്കുന്നു. ഒന്നാമത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് കണ്ണടച്ചിരിക്കുക. കണ്ണടച്ചതിന് ശേഷം ബ്രീത്തിങ് പ്രാക്ടീസ് ചെയ്യുക. ബ്രീത്തിങ് എന്ന് പറയുമ്പോൾ വളരെ ദീർഘമായിട്ട് ശ്വാസം അകത്തേക്ക് എടുക്കുക, വളരെ സാവധാനത്തിൽ ശ്വാസം പുറത്തേക്ക് വിടുക. ഈ എടുക്കുമ്പോഴും പുറത്തേക്ക് വിടുമ്പോഴും ഉള്ള ആ ഒരു ശബ്ദത്തെ നിങ്ങൾ നല്ല രീതിയിൽ നിരീക്ഷിക്കുക. ആ ശബ്ദം നല്ല രീതിയിൽ ഇങ്ങനെ കേൾക്കുക, അത് നിരീക്ഷിക്കുക. ആ ശബ്ദത്തിൽ മാത്രമായിരിക്കണം നിങ്ങളുടെ ശ്രദ്ധ. എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ബ്രീത്തിൽ മാത്രമായിരിക്കണം കോൺസെൻട്രേഷൻ എന്നുള്ളതാണ്. അങ്ങനെ കുറച്ച് സമയം, ആദ്യമൊക്കെ കുറച്ച് പ്രയാസം തോന്നുമെങ്കിലും ഒരു 5 minutes ഡെയിലി നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ സാധിച്ചാൽ, അത് എസ്പെഷ്യലി രാവിലെ എണീറ്റ ഉടനെ തന്നെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ അട്രാക്ഷൻ പവർ കൂടുകയും നിങ്ങൾക്ക് കൂടുതൽ നിങ്ങളെക്കുറിച്ച് നിങ്ങളിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാനും ആ ഒരു സെൽഫ് ലവിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ് എന്നുകൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. സോ ഇതൊന്ന് ചെയ്യുക. ഇനി രണ്ടാമതായിട്ട് പറയുന്ന ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ ആപ്സുകൾ നമ്മൾ ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ടാവും അല്ലേ. അതിൽ നിന്ന് നമ്മളൊരു ചെറിയ ബ്രേക്ക് എടുക്കുക. ഒരു 2 to 3 days അല്ലെങ്കിൽ ഒരു 1 week ഒക്കെ ഒന്ന് ബ്രേക്ക് എടുക്കുക. ബ്രേക്ക് എടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഫ്രീ ടൈം കിട്ടും. ആ ഫ്രീ ടൈം നമുക്ക് നമ്മുടേതായിട്ടുള്ള സെൽഫ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. പലപ്പോഴും ഒരുപാട് സമയം ഇന്ന് ആളുകൾ കളയുന്നത് സോഷ്യൽ മീഡിയയിലാണ്. വാട്സപ്പ് ആയിക്കോട്ടെ, ഫേസ്ബുക്ക് ആയിക്കോട്ടെ, ഇൻസ്റ്റഗ്രാം ആയിക്കോട്ടെ, ഇനി ഞാൻ പറയാൻ വിട്ടുപോയിട്ടുള്ള ഏതെങ്കിലും മറ്റുള്ള സോഷ്യൽ മീഡിയ ആപ്പുകളായിക്കോട്ടെ, എന്താണെങ്കിലും അതിൽ നിന്നും ഒരു 2 to 3 days മിനിമം, അല്ലെങ്കിൽ 1 week 1 month ഒക്കെ ഒരു ബ്രേക്ക് എടുക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ സെൽഫ് ലവ് ഇൻക്രീസ് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, സ്പെഷ്യൽ കാര്യങ്ങളിൽ ഏർപ്പെടാനും നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ്. സോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി മൂന്നാമത്തെ സെൽഫ് ലവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആക്ടിവിറ്റി എന്താണെന്ന് നോക്കാം. അത് നമ്മുടെ ഹെൽത്ത് ചെക്കപ്പാണ്. നമുക്ക് ഒരു പ്രശ്നമില്ലെങ്കിൽ കൂടി നമ്മൾ ബ്ലഡൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യുന്നത് വളരെയധികം നല്ലതാണ് ലാബിൽ പോയിട്ട്. അതെപ്പോഴും വേണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഒരു 6 month അല്ലെങ്കിൽ ഒരു 3 month ഒക്കെ കൂടുന്ന സമയത്ത് പറ്റുമെങ്കിൽ, അല്ലെങ്കിൽ 6 month കൂടുമ്പോഴെങ്കിലും നമ്മുടെ ഹെൽത്തൊക്കെ ഒന്ന് നല്ല രീതിയിൽ ചെക്ക് ചെയ്യുന്നത് നമ്മുടെ സെൽഫ് ലവിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ്. അപ്പോൾ പറ്റാവുന്ന ആളുകളൊക്കെ അത് ചെയ്യുക. നമുക്ക് എപ്പോഴും നമ്മുടെ ഹെൽത്ത് ആക്റ്റീവായിട്ടിരിക്കണം, ഓക്കെ ആയിട്ടിരിക്കണം എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ അതിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതൊക്കെ ഈ ഒരു സെൽഫ് ലവിൻ്റെ ഭാഗമാണ്. ഇനി അടുത്ത സെൽഫ് ലവ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് യാത്രകളാണ്. അത് ചെറിയ ട്രിപ്പായിക്കോട്ടെ, വലിയ ട്രിപ്പായിക്കോട്ടെ, തീർച്ചയായിട്ടും അത് നമ്മുടെ മനസ്സിന് ഒരു ഫ്രഷ്നെസ് നൽകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സോ ഒറ്റയ്ക്കാണെങ്കിലും ഇനി കൂട്ടുകാരോടൊന്നിച്ച് ഉള്ള യാത്രയാണെങ്കിലും
ഫാമിലി ആയിട്ടുള്ള യാത്രയാണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് വേണ്ടി കുറച്ചു സമയം കണ്ടെത്തുക, വിനോദയാത്രകളിൽ ഏർപ്പെടുക, അതിനുവേണ്ടി സമയം മാറ്റിവെക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. സെൽഫ് ലവിൻ്റെ ഒരു പാർട്ടായിട്ട് ഇത് വരും. ഇനി ഇതുപോലെ തന്നെ സെൽഫ് ലവ് ആക്ടിവിറ്റിയിൽ വളരെ പ്രധാനമർഹിക്കുന്ന മറ്റൊരു ആക്ടിവിറ്റിയാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് നേടാൻ സാധിക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങളുണ്ടായിരിക്കും. അതിനെ നമുക്ക് വിജയങ്ങളെന്ന് പറയാം, അല്ലേ? അങ്ങനെ അത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അത് നന്നായിട്ട് ആസ്വദിക്കുക, അത് സെലിബ്രേറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ട്രീറ്റ് കൊടുക്കുക. അല്ലെങ്കിൽ ഫ്രണ്ട്സിന് ഇനി ട്രീറ്റ് കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മളത് നല്ല രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. കൊടുക്കുന്നത് കൊണ്ട് പ്രശ്നമുണ്ട് എന്നല്ല കേട്ടോ പറഞ്ഞത്. കൊടുക്കാം, സാമ്പത്തിക ശേഷിയുള്ള ആളുകൾക്കാണെങ്കിൽ സുഹൃത്തുക്കൾക്ക് ചിലവ് കൊടുക്കാം, അതിനൊന്നും യാതൊരു പ്രശ്നവുമില്ല. അതുപോലെ തന്നെ അത് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ നിങ്ങളത് നല്ല രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യാം. ഒരു അവാർഡ് കിട്ടുന്നതായിക്കോട്ടെ, ഇനി അതല്ല വേറെ എന്തെങ്കിലും അച്ചീവ്മെൻറ്റ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചൊരു കാര്യം സ്വന്തമാക്കാൻ സാധിച്ചു, അതിനു വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു ട്രീറ്റ് കൊടുക്കാം. അങ്ങനെയൊക്കെ നിങ്ങളുടെ ലൈഫിലെ കൊച്ചു കൊച്ചു നിമിഷങ്ങൾ അഥവാ സെലിബ്രേറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും സെലിബ്രേറ്റ് ചെയ്യുന്നതൊക്കെ ഈ ഒരു സെൽഫ് ലവിൻ്റെ ഭാഗമാണ്. ഞാൻ പറയുന്നത് വിജയങ്ങൾ മാത്രമല്ല, നമ്മുടെ ബർത്ത്ഡേ, വെഡ്ഡിങ് ആനിവേഴ്സറി, അങ്ങനെ നമുക്ക് സ്പെഷ്യൽ ഡേയ്സ് ഉണ്ടാവുമല്ലോ, അതൊക്കെ നമ്മൾ നല്ല രീതിയിൽ തന്നെ സെലിബ്രേറ്റ് ചെയ്യുന്നതൊക്കെ സെൽഫ് ലവിൻ്റെ ഭാഗമാണ് എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു ആക്ടിവിറ്റി അല്ല, ഒരു കാര്യമാണ് നമ്മളെ മറ്റുള്ള വ്യക്തികളുമായിട്ട് കമ്പയർ ചെയ്യാതിരിക്കുക എന്ന് പറയുന്നത്. പലപ്പോഴും സംഭവിച്ചു പോകുന്ന ഒരു കാര്യമാണത്. അങ്ങനെ ചെയ്യാതിരിക്കുക. അതിന് പകരം നിങ്ങളെ തന്നെ കമ്പയർ ചെയ്യുക, നിങ്ങളുടെ ഇന്നലകളെ വെച്ച് കമ്പയർ ചെയ്യുക. നിങ്ങൾ എന്തെങ്കിലും ഇംപ്രൂവ്ഡ് ആയിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. ഇല്ലെങ്കിൽ ആ ഒരു ഡെവലപ്മെൻറ്റിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളിൽ നിങ്ങൾ ഏർപ്പെടുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് നിങ്ങളുമായിട്ട് കമ്പയർ ചെയ്യാം, പക്ഷെ നിങ്ങൾ മറ്റുള്ള വ്യക്തികളുമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ട് നിങ്ങളുടെ കോൺഫിഡൻസിനെ നശിപ്പിക്കരുത് എന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. കാരണം എപ്പോഴും നമ്മൾ സെൽഫ് ലവ് ചെയ്യുന്ന ആളുകൾ മറ്റുള്ള വലിയ വിജയങ്ങൾ നേടിയിട്ടുള്ള ആളുകളുമായിട്ട് കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. അവരുടെ വിജയങ്ങളെക്കുറിച്ച് അന്വേഷിക്കുക, അവരെങ്ങനെ അവിടെ എത്തിച്ചേർന്നു പഠിക്കുക, മനസ്സിലാക്കുക, അതൊക്കെ നല്ലത് തന്നെയാണ്. പക്ഷെ വലിയ രീതിയിലുള്ള ഒരു കമ്പയറിങ് വരുമ്പോൾ നമ്മൾ തളർന്നു പോകാൻ ചാൻസ് ഉണ്ട്. ചില ആളുകളാണ് തളർന്നു പോകത്തുള്ളൂ, ചില ആളുകൾക്ക് അത് എനിക്കും അതുപോലെ ആവണം എന്നുള്ള ഒരു ത്വരയാണ് അവരുടെ ഉള്ളിൽ നിന്ന് വരിക. അങ്ങനെയുള്ള ആളുകൾക്ക് കുഴപ്പമില്ല. അല്ലാത്ത കേസുകളിൽ മറ്റുള്ള വ്യക്തികളുമായിട്ടുള്ള കമ്പയറിങ് ഒഴിവാക്കുക. അത് സെൽഫ് ലവ് എന്ന് പറയുന്നതിന് നേരെ ഓപ്പോസിറ്റ് ആണ് എന്നുകൂടി മനസ്സിലാക്കുക. സോ ഇത്രയും കാര്യങ്ങൾ, കൊച്ചു കൊച്ചു കാര്യങ്ങളാണ്, ഏകദേശം 6ഓളം കാര്യങ്ങൾ പറഞ്ഞു. അതൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് സെൽഫ് ലവ് നല്ല രീതിയിൽ ഇംപ്രൂവ് ചെയ്യാനും അതുപോലെ തന്നെ നമുക്ക് അട്രാക്ഷൻ പവർ കൂട്ടാനും ഒക്കെ സാധിക്കും. ഇപ്പോൾ ഇതിൽ വിട്ടുപോയിട്ടുള്ള ധാരാളം കാര്യങ്ങളുണ്ട് സെൽഫ് ലവുമായി ബന്ധപ്പെട്ടിട്ട്. ഇത് കുറച്ച് ആക്ടിവിറ്റീസ് മാത്രമായിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്യാന്നുള്ള ഉദ്ദേശത്തോടു കൂടി ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. തുടർന്നും സെൽഫ് ലവ് റിലേറ്റഡ് ആയിട്ടുള്ള ധാരാളം വീഡിയോസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുക. നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും ചോദിക്കാനൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻ്റായിട്ട് ചോദിക്കുക. അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഇഷ്യൂസൊക്കെ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ, എൻ്റെ പേഴ്സണൽ കോച്ചിങ്ങോ അതിനുള്ള സൊല്യൂഷനോ ഒക്കെ അറിയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലോട്ട് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം, അല്ലെങ്കിൽ വിളിക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്.